ഇന്ന് തമിഴ്നാട്ടിലുടനീളം കരിങ്കൊടി പ്രതിഷേധമുണ്ടാകും. ഏപ്രിൽ 23 നടക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടമായതോടെ കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ ബില്ലിനെതിരെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുക. ഗൗരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഗൗരി, ഈ വിഷയത്തിൽ പ്രതിഷേധം ഉന്നയിച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാൾ MK സ്റ്റാലിനാണ്. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം ഈ പ്രതിഷേധത്തിന്. എന്താണ് തമിഴ്നാട്ടിലെ ഇതിന്റെ ഒരു സ്വഭാവം? ഗൗരി, കേൾക്കാം. രഞ്ജിത്ത്, ഇന്ന് തമിഴ്നാട്ടിലുടനീളം കരിങ്കൊടി പ്രതിഷേധമാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് ഈ പ്രതിഷേധം ആഹ്വാനം ചെയ്തത്. മണ്ഡല പുനർനിർണയ ബില്ലിനെതിരെയാണ് ഇങ്ങനൊരു പ്രതിഷേധം ഉയരുന്നത്. ജനസംഖ്യ മുൻനിർത്തി മണ്ഡലങ്ങൾ പുനർനിർണയിക്കുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ അധികാരം കുറയാൻ, അതായത് സീറ്റുകളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. ഇതിനെ മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം വരുന്നത്. അപ്പോൾ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത സംസ്ഥാനങ്ങൾക്ക് ഒരു ശിക്ഷയാണോ ഇത് എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു ചോദ്യമായി സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല, ഈ ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇതൊരു അഡ്വാൻറ്റേജായി വരികയും ചെയ്യും. അവർക്ക് പാർലമെൻറ്റിൽ കൂടുതൽ അധികാരം ലഭിക്കാൻ ഈ നീക്കം കാരണമാകും. കേന്ദ്രത്തിൻ്റേത് തീക്കളിയാണെന്നും ഇതിൻ്റെ പ്രത്യാഘാതം കേന്ദ്രം നേരിടേണ്ടി വരും എന്നും സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ നൽകിയ വലിയ സംഭാവനയ്ക്കെതിരെയാണ് ഈ നീക്കമെന്നും പറഞ്ഞു. എന്തായാലും നമുക്കിന്ന് തമിഴ്നാട്ടിലെ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും കരിങ്കൊടി കാണാൻ സാധിക്കും. ഗൗരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMK-യുടെ പ്രതിഷേധം തമിഴ്നാട്ടിലുണ്ടാകും. നമുക്കറിയാം, ഇന്ന് അവതരിപ്പിക്കാനിരിക്കുന്ന വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കേരളത്തിലും സമാനമായി തന്നെ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. തെലങ്കാനയിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇതിനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വലിയ നീക്കങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.